എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പച്ചക്കായ തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് കായത്തോരൻ തയ്യാറാക്കുന്നത് ഞാലിപ്പൂവൻ കാ വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ഇതേപോലെ ഒരു പടലയായിട്ട് എടുത്തേക്കാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം തൊലി കളയുന്നതിന് മുന്നേ തന്നെ കത്തിയിലും കയ്യിലുമൊക്കെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്താൽ കറ ഒരുപാട് പിടിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ കയ്യിലങ്ങ് കറയാകാതെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞെടുക്കുന്ന കായാണെങ്കിൽ അപ്പോഴേ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നാലായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് കീറിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഞാലിപ്പൂവൻ കായ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തോരൻ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്താ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കായെല്ലാം കഴുകി ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായൊക്കെ തോരൻ വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നികന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാ വേകാൻ വെച്ചിരുന്നത് എന്തായെന്ന് നോക്കാം. അപ്പോൾ കായ വേകാൻ വെച്ചിരുന്നത് ഒരു പകുതി വേഗമായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കാ നല്ല പരുവായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം കടുക് താളിച്ച് വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കതാണ് ഇത്തിരി കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കാത്തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങയിലയും കൂർക്കയും ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ്. ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയിലയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. വേഗം വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കൂർക്ക ഒരു 3/4 വേഗമായിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ അത് മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കൂർക്കയ്ക്ക് പകരം നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂർക്കയും മുരിങ്ങയിലയും കൊണ്ട് തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അടുത്തത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റും അതേപോലെ തന്നെ ചെമ്മീൻ വറുത്തതുമാണ്. ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഏകദേശം 1/2 കപ്പോളം ചെമ്മീനുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ ഇട്ട് കൊടുത്ത് 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെമ്മീൻ വഴറ്റിയത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാള ഒന്നുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയെന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വഴറ്റാൻ വെച്ചിരുന്നില്ല നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉണക്ക ചെമ്മീൻ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ ഒരു ഉണക്ക ചെമ്മീൻ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാനാണെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. 1 മിനിറ്റോളം ഇത് ഉണക്ക ചെമ്മീൻ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വെക്കേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റുള്ള ഉണക്കൻ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് ചെമ്മീൻ എടുത്ത് തലയോടുകൂടി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കി മസാല അതിലേക്ക് പിടിപ്പിച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും എണ്ണയിലിട്ട് മറു സൈഡും കൂടി നല്ലതുപോലെ മുരിയിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചോറുണ്ണാൻ വേണ്ടി വളരെ സിമ്പിളായി ഉണക്കച്ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കിയ 2 ഐറ്റം. ഇതെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.